Good morning. Assalamu alaikum. How are you, students? Are you fine? Okay, let us start our class. കഴിഞ്ഞ ക്ലാസ്സിൽ നന്മ പരത്തുന്ന ജീവിതങ്ങൾ എന്ന അധ്യായം നമ്മളെടുത്തു. അതിൽ ഒരു യുദ്ധഭൂമിയിൽ തൻ്റെ സഹപ്രവർത്തകരെ, തൻ്റെ സഹോദരന്മാർക്ക് വെള്ളം കൊടുക്കുവാൻ വേണ്ടി ഓടി നടക്കുന്ന ചില അനുചരന്മാരെയും, തനിക്ക് ആവശ്യമുള്ള അത്ര തന്നെ ദാഹം മറ്റുള്ളവർക്കുണ്ട് എന്നറിഞ്ഞ് ആ വെള്ളം കുടിക്കാതെ മരണസമയത്ത് പോലും തൻ്റെ സഹോദരനെ പരിഗണിച്ച ആ വലിയ സഹിഷ്ണുതയുടെ, ദയയുടെ പാഠം നമ്മൾ കേട്ടു. ഇനി അതേപോലെ അൻസാറുകൾ ആരാണ് നമ്മൾ മനസ്സിലാക്കി. ആരാണ് അൻസാറുകൾ? മദീനയിൽ നബിയെയും അനുയായികളെയും ഇരു കൈകളും നീട്ടി സഹായിച്ച, സ്വീകരിച്ച ആളുകൾ അല്ലേ. മക്കയിൽ നിന്ന് അവരുടെ വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച്, സ്വത്തുക്കളും മുതലും ആടുകളും ഒട്ടകങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് പോന്ന ആളുകളെ മദീനയിലുള്ള ആൾക്കാർ അവിടെ അഡ്മിറ്റ് ചെയ്തു. അവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. ആ പോയ ആൾക്കാർക്കാണ് മുഹാജിർ എന്ന് പറയാ. അവരെ സ്വീകരിച്ച മദീനയിലുള്ള ആളുകൾക്കാണ് അൻസാറുകൾ എന്ന് പറയാം. അപ്പം അത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്ത പേജ് നോക്കാം. പേജ് നമ്പർ 44. അവിടെ നല്ല സ്വഭാവങ്ങളെ കുറച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു 3 കൊടുത്തിട്ടുണ്ട്. അതിക്ക് നിങ്ങൾക്ക് അഡിഷനായിട്ട് വേറെയും നിങ്ങൾക്ക് നല്ല സ്വഭാവങ്ങൾ ആഡ് ചെയ്യാം. നോക്കാം. എല്ലാ നല്ല സ്വഭാവങ്ങളും മുസ്ലിമിൻ്റെ അടയാളങ്ങളാണ്. ചില സൽസ്വഭാവങ്ങളുടെ മാതൃകകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഓരോ ഉദാഹരണം പറഞ്ഞു നോക്കൂ. ഒന്നാമത്തത്, അയൽവാസി നിങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്ത് മാലിന്യം വലിച്ചെറിഞ്ഞു. നിങ്ങൾക്ക് അവരെ ഉപദ്രവിക്കാൻ കഴിയും, പക്ഷെ നിങ്ങൾ ചെയ്തില്ല. അത് എന്തുകൊണ്ടാണ്? അയൽവാസിയെ ഉപദ്രവിക്കാൻ പാടുണ്ടോ? എല്ലാവരോടും സഹാനുഭൂതിയോടെ നല്ല രൂപത്തിൽ പെരുമാറണം എന്നല്ലേ? അത് നല്ല ശീലങ്ങളിൽ പെട്ടതാണ്. പിന്നെ അതേപോലെയുള്ള 1-2 കാര്യങ്ങളല്ലേ. നബി ഇങ്ങനെ ആയിരുന്നില്ലേ? നബിയെ പലരും ദ്രോഹിച്ചു. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നബിക്ക് അവരൊക്കെ തിരിച്ചടിക്കാനും പകരം ചോദിക്കാനും ഒക്കെ അവസരങ്ങൾ കിട്ടി. പക്ഷേ നബി അവർക്കൊക്കെ മാപ്പ് കൊടുത്തു. അതേപോലെ ഒരുപാട് അനുഭവങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടു. നബിക്കുണ്ടായ അനുഭവങ്ങൾ, നബിയെ ദ്രോഹിച്ചവർക്ക് മാപ്പ് കൊടുത്തു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ കൂട്ടുകാരൻ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല സ്കൂളിൽ നിന്ന്. അവന് നിന്റെ ഭക്ഷണത്തിൽ നിന്ന് പാതി നൽകി. ഇതൊക്കെ എപ്പോഴും നമ്മൾ സ്കൂളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കാറുണ്ട്. പിന്നെ ലഞ്ചിൻ്റെ ടൈമിൽ, അതേപോലെ ഇൻ്റർവെല്ലിൻ്റെ ടൈമിലൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് ഭക്ഷണം നമ്മളങ്ങനെ കൊടുക്കാറുണ്ട്, അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യം ഞാൻ കൂടുതൽ പറയുന്നില്ല. മൂന്നാമത്തത്, ടൂർ പോവാൻ കാത്തുവെച്ച പണമായിരുന്നു. സഹപാഠിയുടെ അമ്മക്ക് ചികിത്സക്ക് പണമില്ലെന്നറിഞ്ഞപ്പോൾ അത് കൊടുത്തു. ഇനി ഇക്കൊല്ലം ടൂർ പോകാൻ പറ്റില്ല, സാരമില്ല അല്ലേ. ഇതേപോലെ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഈ പ്രളയകാലത്ത്, അതേപോലെ ഇപ്പോൾ ഈ കൊറോണ ഉണ്ടായപ്പോൾ ഒരു ഫണ്ട് പിരിവൊക്കെ നടത്തിയില്ലേ. സൈക്കിള് വാങ്ങാൻ വെച്ചാൽ നിങ്ങളിൽ പലരും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. നിങ്ങളെ വീട്ടിലൊക്കെ സൈക്കിള് വാങ്ങാൻ തൊണ്ടിൽ പൈസ ഇട്ട് പിന്നെ പാത്ത് വെച്ചിരുന്ന, ഒരു സ്വരുക്കൂട്ടിയിരുന്ന കുട്ടികൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന കൊടുത്ത ചിത്രങ്ങൾ, നമ്മുടെ സ്കൂളിൽ നിന്നുള്ള അനുഭവങ്ങൾ തന്നെ നമുക്കുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അതേപോലെ പല ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഇത് മാത്രമല്ല സൽസ്വഭാവങ്ങളുള്ളത്, ഒരുപാട് നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകും. നിങ്ങൾ അയൽവാസിയിലെ ഒരു കുട്ടി പെട്ടെന്ന് സൈക്കിളിൽ നിന്ന് വീണ്, അപ്പോൾ അവർ വീട്ടിൽ ആളുണ്ടായിരുന്നില്ല, നിങ്ങൾ ഓടിച്ചെന്നു, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഓടിച്ചെന്ന് അവരെ എടുത്തു കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് ഓടുന്ന അങ്ങനത്തെ അനുഭവങ്ങൾ അല്ലേ. അല്ലെങ്കിൽ മരുന്ന് ഇപ്പോൾ തീർന്നു, മരുന്ന് ഇപ്പോൾ വാങ്ങിയില്ലെങ്കിൽ മരിക്കുമെന്നുള്ള സ്ഥിതി വന്നു, നിങ്ങൾ ചീട്ടൊക്കെ വാങ്ങി അവരെയൊക്കെ ഒന്ന് പൈസ ഒക്കെ എടുത്തു, ഫാർമസിയിൽ പോയി ലിസ്റ്റ് കൊടുത്തു, മരുന്ന് ആ വീട്ടിൽ കൊണ്ടു കൊടുത്തു അല്ലേ. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് നല്ല ശീലങ്ങളാണ്. അടുത്ത വീട്ടിൽ വിരുന്നുകാർ വന്നു, അവരെ വീട്ടിൽ അന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, നമ്മളെ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം അങ്ങോട്ട് കൊടുത്തു അല്ലേ. ഇങ്ങനെയൊക്കെ നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഇതിൽ കൂട്ടിച്ചേർക്കാൻ പറ്റും. 3 അവിടെ എഴുതിയിട്ടുള്ളൂ. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും, നിങ്ങൾ അതിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇനി ഉറക്കെ വായിക്കാനുള്ള പിന്നെ ഒരു നോട്ട് ഉണ്ട് ഇവിടെ, ഒന്ന് ശ്രദ്ധിക്കാം. ഞാൻ എൻ്റെ സഹോദരന്മാർക്ക് പരമാവധി സഹായങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് ഉറക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്.
സ്വന്തം താല്പര്യത്തെക്കാളേറെ മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഇതൊക്കെ നമ്മൾ വായിച്ചത്. ആ യുദ്ധഭൂമിയിൽ വെള്ളത്തിന് വേണ്ടി കെഞ്ചിയപ്പോൾ അടുത്ത ആൾ വെള്ളം ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ട അങ്ങോട്ട് കൊടുക്കും തന്നെയില്ലേ. അതാണ് സ്വന്തം താല്പര്യത്തെക്കാൾ ഏറെ മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞത്. ക്ഷമ എൻ്റെ കൂട്ടുകാരനാണ്. ഏത് കാര്യത്തിലും ക്ഷമയോട് കൂടി നീങ്ങിയാലേ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. പിന്നെ വിട്ടുവീഴ്ച എൻ്റെ സ്വഭാവമാണ്. ത്യാഗം എൻ്റെ ജീവിത ശൈലിയാണ്. ഇതൊക്കെ നല്ല ഒരാളാവാൻ വേണ്ട സംഗതികളാണ്. ത്യാഗമില്ല, വിട്ടുവീഴ്ചയില്ല, ക്ഷമ ഇല്ല, അങ്ങനെ ഇതൊന്നും ഇല്ലാത്ത ഒരാൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. അയാൾ വിജയിക്കും ഉണ്ടാവില്ല. അപ്പോൾ നോക്കാം, മുഹാജിറുകളും അൻസാറുകളും എൻ്റെ വഴികാട്ടികളാണ്. അപ്പോൾ അവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ കുറ്റം പറയാൻ പാടില്ല. അതൊന്ന്. പിന്നെ ഉത്തരം കണ്ടെത്താനായിട്ട് 3 ചോദ്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കാം. അതിൻ്റെ ഉത്തരം പിന്നെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ കൂടെ ആ 3 അതിൽ നിന്നുള്ള മറ്റു ചോദ്യങ്ങളും അയച്ചു തരാം. അത് ഒന്നാമത്തെ ചോദ്യം, അൻസാറുകൾ എന്നറിയപ്പെട്ട ആളുകൾ ആരാണ്? അല്ലെ, മദീനയിലുള്ള ആളുകളല്ലേ? വിശദമാക്കാം. പിന്നെ മുഹാജിറുകൾക്ക് അവർ ചെയ്ത സേവനങ്ങൾ എന്തെല്ലാം? ആരാണ് മുഹാജിറുകൾ? ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ കിട്ടും. അപ്പോൾ ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് വരുന്നതാണ് ക്വസ്റ്റ്യൻ ആയിട്ട്. ഇന്ന് തന്നെ എഴുതിയെടുക്കുക. അടുത്ത ഈ പാഠത്തിലെ പേജ് നമ്പർ 45 നോക്കുക. ലോകസുന്ദരൻ്റെ കഥ. ഇത് ലോകസുന്ദരൻ എന്ന് പറഞ്ഞാൽ ലോകസുന്ദരൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ പുസ്തകം വായിച്ചാൽ യൂസുഫ് നബിയുടെ ചരിത്രം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. ആ പുസ്തകം മാത്രമല്ല, അനവധി പുസ്തകങ്ങൾ യൂസുഫ് നബിയുമായി ബന്ധപ്പെട്ട് രചിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ യൂസുഫ് നബീൻ്റെ കഥകൾ കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും, അത് വായിക്കാൻ പറ്റും. പരിശുദ്ധ ഖുർആനിലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫ് എന്നൊരു അധ്യായം തന്നെ ഉണ്ട്. അതിൽ ഏതാണ്ട് 80-90% ഈ യൂസുഫ് നബിയെ പറ്റി മാത്രം വിവരിക്കുന്ന, ഒരു കഥാരൂപത്തിൽ വിശദീകരിക്കുന്ന, നിങ്ങൾക്ക് വായിച്ചാൽ മടുപ്പ് വരാത്ത രൂപത്തിലുള്ള അവതരണം, ശൈലിയൊക്കെയാണ് അതിൽ ഉള്ളത്. നിങ്ങൾക്ക് പരിഭാഷകൾ സംഘടിപ്പിക്കാം. അതേപോലെ യൂസുഫ് നബിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കാം. അപ്പോൾ യൂസുഫ് നബിയിലേക്ക് നമുക്ക് ആദ്യം എത്താം. നമ്മൾ പഠിച്ചല്ലോ ഇബ്രാഹിം നബിയെ പറ്റി, അല്ലേ? ഇറാഖിലെ ബാബിലോണിൽ ഊർ എന്ന പട്ടണത്തിൽ നിന്നൊക്കെ പഠിച്ചിട്ടില്ലേ ഒന്നാമത്തെ പാഠത്തിൽ? ആ ഇബ്രാഹിം നബി മക്കയിൽ ഹാജർ ഭാര്യ ഹാജറയെയും മകൻ ഇസ്മായിലിനെയും തനിച്ചാക്കി പോയില്ലേ? ആ ഇബ്രാഹിം നബിക്ക് വേറൊരു മകനും കൂടി ഉണ്ടായിരുന്നു. മറ്റൊരു മകൻ ഉണ്ടായിരുന്നു, പേര് ഇസ്ഹാക്ക്. ഈ ഇസ്ഹാക്ക് നബിയുടെ ഒരു മകനാണ് യാക്കൂബ് നബി. ഇവരൊക്കെ പ്രവാചകന്മാരാണ്. പ്രവാചകനെ യൂസുഫ് നബിയിലേക്ക് എത്തുന്ന ആ ചങ്ങലയാണ് ഞാൻ പറയുന്നത്, ആ ചെയിൻ. അപ്പോൾ ഇസ്ഹാക്ക് നബി, അതായത് ഇബ്രാഹിം നബിയുടെ മകൻ, ഇബ്രാഹിം നബിയുടെ മകൻ 2 മക്കള്, ഇസ്മായിലും ഇസ്ഹാക്കും. ഇസ്ഹാക്ക് നബിയുടെ ഒരു മകനാണ് യാക്കൂബ്. ഈ യാക്കൂബ് നബിക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു, യൂസുഫ്. ഈ യൂസുഫിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതീവ സുന്ദരനായിരുന്നു അദ്ദേഹം. ജയിലിലടക്കപ്പെട്ടു, കൊട്ടാരത്തിൽ വളർന്നു, പിന്നെ അവിടുത്തെ മന്ത്രി വരെ ആയി. പിന്നെ എന്നിട്ടും ഈ അദ്ദേഹം ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിരുന്നു. അത് ജയിലിൽ വെച്ച് പോലും ആ ഉത്തരവാദിത്തം ഒരു പ്രവാചകന്റെ റോളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ആ പ്രവാചകന്റെ ദൗത്യ നിർവഹണം ജയിലിൽ കിടന്നിട്ട് പോലും നിർവഹിച്ച ഒരു മഹാനായ പ്രവാചകനായിരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാം. ഇനി നമുക്ക് പുസ്തകം വായിക്കാം. അത്യധികം സുന്ദരനും സൽസ്വഭാവിയുമായിരുന്നു കുഞ്ഞു യൂസുഫ്. അതിനാൽ യൂസുഫിനോട് തീരാത്ത അസൂയയും പകയുമായിരുന്നു ജ്യേഷ്ഠന്മാർക്ക്. ഈ യൂസുഫിൻ്റെ ജ്യേഷ്ഠന്മാർക്ക് കേട്ടോ. അവർ യൂസുഫിനെ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ കിണറ്റിലെറിഞ്ഞു, കൊല്ലാൻ ശ്രമിച്ചു. കുറേ കാലങ്ങൾക്ക് ശേഷം യൂസുഫ് നബി തൊട്ടടുത്ത നാടായ ഈജിപ്തിലെ രാജാവായി. ഒരു പട്ടിണിക്കാലത്ത് ഭക്ഷണം വാങ്ങാൻ യൂസുഫിൻ്റെ സഹോദരന്മാർ ഈജിപ്തിലെ കൊട്ടാരത്തിലെത്തി. തങ്ങൾ യൂസുഫിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നറിഞ്ഞപ്പോൾ അവർ പേടിച്ചു വിറച്ചു. എന്നാൽ യൂസുഫ് നബി അവരോട് പ്രതികാരം ചെയ്തില്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൽ നിങ്ങൾ കൂട്ടി വായിക്കണം. അയൽവാസി പിന്നെ മാലിന്യങ്ങളിട്ടു, അതിൽ തടയാനുള്ള അവസരം ഉണ്ടായിരുന്നു, പക്ഷേ നിങ്ങൾ മാപ്പ് കൊടുത്തു എന്നുള്ള ഭാഗം കൂടി ഇതിൽ ചേർത്ത് വായിക്കണം. അപ്പോൾ സൂറത്ത് യൂസുഫിലെ കഥ ഉസ്താദ് പറയുന്നത് കേൾക്കും. സൂറത്ത് യൂസുഫ് 12-ാം അധ്യായമാണ്. നിങ്ങൾക്ക് ഖുർആൻ മറിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ആദ്യം തന്നെ യൂസുഫ് നബിനെ പറ്റി പറയുന്നുണ്ട്. യാക്കൂബ് നബിയുടെ 12 മക്കളിൽ ഒരാളാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. അദ്ദേഹം
ചെറുപ്പത്തിൽ ഒരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും തനിക്ക് മുമ്പിൽ സുജൂദ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു. പിതാവായ യാക്കൂബ് നബിയോട് ഈ വിവരം പറഞ്ഞു. യാക്കൂബ് നബി പറഞ്ഞു, ഇത് നിൻ്റെ സഹോദരന്മാരോട് നീ പറയരുത്, ഇതിൽ വലിയൊരു പൊരുളുണ്ട് എന്നൊക്കെ പറഞ്ഞു, അല്ലേ? അങ്ങനെ ഇദ്ദേഹം യാക്കൂബ് നബിയുടെ മറ്റു മക്കളെ ആടിനെ മേക്കാനൊക്കെ ഗ്രൗണ്ടിലും പാടത്തൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ യൂസുഫിനെ വീട്ടിൽ നിന്ന് വിടൂല. യൂസുഫിനെ ഉപ്പയുടെയും ഉമ്മയുടെയും പിന്നെ അവരുടെ സ്നേഹത്തിൽ ഇങ്ങനെ വളരെയാണ്. ഇത് കണ്ടിട്ട് സഹോദരന്മാർക്ക് അസൂയ ഉണ്ടായി. നമ്മളോടില്ലാത്ത സ്നേഹം യൂസുഫിനോടുണ്ട്, അതുകൊണ്ട് യൂസുഫിനെ നമുക്ക് എന്ത് ചെയ്യണം? കൊല്ലണം. അങ്ങനെ ഉപ്പയോട് കളവ് പറഞ്ഞു, ഒരു വിധത്തിലൊക്കെ പലതും പറഞ്ഞു ഒപ്പിച്ചു. പിന്നെ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ കൊന്നില്ല, അവരൊക്കെ കൂടി തീരുമാനം എടുത്തങ്ങനെ ഒരു പൊട്ടക്കിണറ്റിലിട്ടു. ആ കിണറ്റിലിട്ടു അവർ പോയി. എന്നിട്ട് ഉപ്പയോട് എന്ത് പറഞ്ഞു? ഉപ്പ ആരാണ്? ഉപ്പയും പ്രവാചകനാണ്. യാക്കൂബ് നബിയോട് പോയിട്ട് കരഞ്ഞുകൊണ്ട് രാത്രി പോയിട്ട് പറഞ്ഞു, യൂസുഫിൻ്റെ കുപ്പായം ഇതിൽ ചെന്നായ കൊണ്ടുപോയി എന്ന് പറഞ്ഞു കുപ്പായത്തിൽ ചോരൊക്കെ പുരട്ടിയിട്ട് പിന്നെ കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ യൂസുഫ് ഒരു യാത്രാസംഘം വന്നു. കിണറ്റിൽ വെള്ളം എടുക്കാൻ വന്നപ്പോൾ ഈ ബക്കറ്റ് പൊങ്ങുന്നില്ല. അന്ന് നോക്കിയപ്പോൾ സുന്ദരനായ ഒരു കുട്ടി, ആ കുട്ടിയെ അവർ കൊണ്ടുപോയി. അന്ന് യാത്രാസംഘം ആളുകളൊക്കെ വിൽക്കുന്ന മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു കാലമായിരുന്നു അത്. അങ്ങനെ യൂസുഫിനെ അവർ കൊണ്ടുപോയിട്ട് വിറ്റു ഈജിപ്തിലെ ഒരു മാർക്കറ്റിൽ. അങ്ങനെ വളരെ തുച്ഛം വിലക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. അവിടെ പിന്നെ ഒരു കൊട്ടാരത്തിലുള്ള ഒരു രാജാവ് അസീസ് അവിടെ ഈ യൂസുഫിനെ വാങ്ങി അവിടെ വളർത്തി. അങ്ങനെ ഈ പെണ്ണുങ്ങളുടെ ഒരു കേസിൽ ഇദ്ദേഹം പെട്ടു. ഇദ്ദേഹത്തെ കേസ് കുടുക്കി, വെറുതെ കാര്യമില്ലാതെ കേസ് കുട്ടി. അങ്ങനെ വർഷങ്ങളോളം അദ്ദേഹം ജയിലിൽ കിടന്നിട്ട് പോലും അദ്ദേഹം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ഒരുപാട് ദൈവങ്ങളാണോ അതോ ഏകനായ ഒരു ദൈവമാണോ ഉത്തമൻ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ആ ഖുർആനിലെ അധ്യായം നിങ്ങൾക്ക് വായിച്ചാൽ കാണാൻ പറ്റും. വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ഒരു സൂറത്താണ് അത്. അതിൻ്റെ പരിഭാഷയോ യൂസുഫ് നബിനെ പറ്റി വല്ല സ്രോതസ്സുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് സ്വന്തമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഈ കഥ മുഴുവൻ പറയാൻ ഇവിടെ നമ്മുടെ സമയം അനുവദിക്കുന്നതല്ല. അങ്ങനെ പറഞ്ഞു വന്നത്, അദ്ദേഹം രാജാവ് പിന്നെ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം യൂസുഫ് പറഞ്ഞു കൊടുത്തു. അങ്ങനെ യൂസുഫ് നബി ആ കൊട്ടാരത്തിൽ നിന്ന് പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി ആ രാജാവിൻ്റെ അടുത്ത് വലിയ മന്ത്രി പദവിയിലെത്തി. അവിടെ പൊതു സിവിൽ സപ്ലൈസിൻ്റെ പിന്നെ മന്ത്രിയായി ചുമതലയേറ്റു. ആ നാട്ടിലും അടുത്തുള്ള അയൽ രാജ്യങ്ങളിലൊക്കെ ഈജിപ്തിൽ മൊത്തത്തിൽ ഒരു വലിയ വരൾച്ച ബാധിച്ചു. ഈ വരൾച്ച കാലത്ത് പിന്നെ അവിടെ റേഷനിങ് സമ്പ്രദായമൊക്കെ നടപ്പിലാക്കിയതും വളരെ പിന്നെ കുറ്റമറ്റ രീതിയിൽ ആ പ്രശ്നം പരിഹരിച്ചതൊക്കെ യൂസുഫ് നബിയുടെ ഭരണ മികവ് കൊണ്ടായിരുന്നു. അദ്ദേഹം മന്ത്രിയായത് ഒരു അമുസ്ലിമായ രാജാവിൻ്റെ കീഴിലായിരുന്നു. അങ്ങനെ ആ കാലത്ത് തൻ്റെ സഹോദരന്മാർ യൂസുഫിൻ്റെ അടുക്കൽ വന്നു. യൂസുഫ് അവരെ തിരിച്ചറിഞ്ഞു, അവർ തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ പിന്നെ ഞാൻ യൂസുഫാണ് എന്നൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ എൻ്റെ അനിയനെ കൊണ്ടുവരണം. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികൾ നിങ്ങൾക്ക് അത് വായിച്ചാൽ കിട്ടും. അങ്ങനെ മാതാവിനെയും പിതാവിനെയും ഒക്കെ ഇവിടെ കൊടുന്നിട്ട് ഇവിടെ കൊട്ടാരത്തിൽ ജീവിക്കുന്ന ഒരു രംഗം അവിടെ വിശദീകരിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ കഥയുടെ ചുരുക്കരൂപം. കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഞാൻ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ വായിക്കാം. പിന്നെ ഖുർആൻ തന്നെ വീട്ടിൽ പരിഭാഷയുള്ളവർ അല്ലെങ്കിൽ അതുപോലുള്ള പുസ്തകങ്ങളുള്ളവർ ഇന്ന് തന്നെ വായിച്ചാൽ വളരെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ പാഠത്തിൻ്റെ കൂടെ നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്കുണ്ടാകും. അത് ഇന്ന് തന്നെ എഴുതിയെടുക്കണം എല്ലാവരും. ഓക്കെ, അസ്സലാമു അലൈക്കും.